സാധാരണ ഞങ്ങളുടെ അടുത്ത് വരുന്ന മാതാപിതാക്കൾ പലപ്പോഴും ഡോക്ടറെ കുട്ടിയുടെ തല ചൂടായിരിക്കുന്നു, അല്ലെങ്കിൽ കൈകാലുകൾ ചൂടായിരിക്കുന്നു, പക്ഷേ ശരീരം തണുത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ കുട്ടിക്ക് പതിവിലേക്കാളും ചൂട് കൂടുതലാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വൈകുന്നേരങ്ങൾ കൊച്ചിന് പനിയാണ്. ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കുട്ടി ഓടിച്ചാടി നമ്മുടെ റൂമിൽ ഓടിക്കളിക്കുന്നത് കാണാം. നമ്മളെപ്പോഴും വീട്ടിലൊരു തെർമോമീറ്റർ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം കുട്ടിയുടെ തലയുടെ ചൂട് പ്രത്യേകിച്ചും ആദ്യ 2 വയസ്സുകളിൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഡേ ടൈമിൽ കാണുന്നതിനേക്കാളും പകൽ സമയങ്ങളിൽ കാണുന്നതിനേക്കാളും 1 ഡിഗ്രി ബോഡി ടെമ്പറേച്ചർ എപ്പോഴും കുട്ടികളിൽ കൂടുതലായിരിക്കും. ഇത് പനിയായി തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ അടുത്തൊരു തെർമോമീറ്റർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് മാർക്കറ്റിൽ 3 തരത്തിലുള്ള തെർമോമീറ്ററുകൾ അവൈലബിൾ ആണ്. മെർക്കുറി തെർമോമീറ്ററും ഡിജിറ്റൽ തെർമോമീറ്റർ, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ഗൺസ്. ഇതിൽ മെർക്കുറി തെർമോമീറ്റർ ഇപ്പോൾ അവൈലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ തെർമോമീറ്റേഴ്സാണ്. അത് കുട്ടികളുടെ ആംപിറ്റിൽ അല്ലെങ്കിൽ കക്ഷത്തിൽ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ ഒരു 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ്സ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബീപ്പ് ശബ്ദം വരും. നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ 99.4 മുകളിലാണെങ്കിൽ മാത്രം നമ്മൾ പാരസിറ്റമോൾ കൊടുക്കുക. അത് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക.